നൊയമ്പുകാലം 1-ാം ഞായർ. തിരുവചനം. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 2-ാം തിരുവചനം. യേശു മരുഭൂമിയിലെ എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കുമ്പോൾ നാം പെട്ടെന്ന് ചിന്തിച്ചു പോകും, യേശു ദൈവപുത്രനായതിനാലാണ് പരീക്ഷണങ്ങളെ വിജയിച്ചത് എന്ന്. നാം പ്രലോഭനങ്ങളെ വിജയിക്കാതിരിക്കുന്നതിന് കാരണം നാം സാധാരണ മനുഷ്യരാണല്ലോ എന്ന ചിന്തയാണ്. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇതിനോട് യോജിക്കുന്നില്ല. കൊറിന്തുസുകാരെ അദ്ദേഹം ഉപദേശിക്കുന്നത്, ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുന്നതിനുള്ള ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നമ്മുടെ ഉള്ളിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കണം. സ്ഥിരമായി കാറ്റിനെ നേരിടേണ്ട മരം അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് കടത്തിവിടും. ഒളിമ്പിക്സ് ട്രെയിനർ കൊച്ചുകുഞ്ഞുങ്ങളെ എടുത്ത് വെള്ളത്തിലിടും. മരിക്കാൻ അനുവദിക്കയില്ല. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് നീന്തുന്നതിനുള്ള കഴിവ് ആ ട്രെയിനർ പുറത്തു കൊണ്ടുവരികയാണ്. ഏത് പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനുള്ള ശക്തി വിശ്വസ്തനായ കർത്താവ് തരും എന്ന് വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ.